ബന്ധപ്പെട്ട അവർക്ക് പോലും വിശ്വസ്തരായ സത്യസന്ധരായി പതിറ്റാണ്ടുകളായി UAE അറിയപ്പെട്ട പ്രധാനപ്പെട്ട 2-3 പണ്ഡിതന്മാരെ നമ്മൾ വിലാസം കൊടുത്തത്. അവരെ നമ്മൾ ഏൽപ്പിച്ച് അവർ മുഖേന ചെയ്യുക. അങ്ങനെ അവരോട് ബന്ധപ്പെടുകയാണെങ്കിൽ അതിനും അവിടെ തീരുമാനം ഉണ്ടാക്കിയാണ്ട് കാണാനാണ്. അവരോടും ബന്ധപ്പെടാതെ ഇനി ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഇവിടുന്ന് പോയി ഏകപക്ഷീയമായി ഇനിയിപ്പോൾ അവിടുന്ന് ഫോട്ടോ എടുത്ത് ഞാൻ അബുദാബി പോയി കാത്തിരുന്നു എന്ന് ആ ഫോട്ടോ കൊടുന്ന് കേരളത്തിൽ കൊടുന്ന് പ്രസിദ്ധീകരിക്കുക, എങ്ങനെയൊക്കെ ബാലിശമായ പരിപാടികളാണ്. അത്തരം പരിപാടികളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ തങ്ങളെ നിങ്ങൾ ബേജാറാണ്ട, സത്യത്തിന് ബറക്കത്തുണ്ടാവും. നമ്മൾ ഈ വിഷയത്തേക്ക് ഇറങ്ങി തിരിച്ചപ്പോ നമുക്കൊരു പ്രകടമായ ദൃഷ്ടാന്തങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഇത്ര നമുക്കൊരു ഉറപ്പ് ഇതിൽക്കാട് ഇറങ്ങാൻ കിട്ടിയത് ഫസ്റ്റ് നമ്മൾ ഇതിനെ പറ്റിയുള്ള ആശയക്കുഴപ്പം പഠിച്ചോ എന്നാലും വിശ്വാസം മുടിയാണെങ്കിൽ അതൊരു എന്താണ് ഇതിന്റെ അവ്യക്തത തീർത്തു കിട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ഇവര് കാരന്തൂർ മർക്കസിൽ വായിച്ചു എന്ന് പരസ്യപ്പെടുത്തിയ ആ സനത് നേരെ ഓപ്പോസിറ്റ് സനത് അതേ വിഭാഗത്തിന്റെ സുന്നി വോയിസിൽ പച്ചയായി അതേ അറബി അഹമ്മദ് ഖസർജിയുടെ അഭിമുഖമായിട്ട് വന്ന് അതിൽ വന്നു. കാരന്തൂർ മർക്കസിൽ വായിച്ച സനദിൽ റാഫി ഇബ്നു മാലിക് സുറഖി റളിയല്ലാഹു അൻഹു എത്തിച്ചേർന്ന അഹമ്മദ് ഖസർജിന്റെ പരമ്പര കൂടെ മുടി വന്നു പറഞ്ഞു. ഇവിടെ സുന്നി വോയിസിൽ അതേ ഖസർജി പറഞ്ഞു മുസ്ലിം റളിയല്ലാഹു അൻഹയുടെ അബ്ദുൽ ഖാദിർ ജീലാനി വിളിക്കുന്ന പരമ്പര കൂടെയാണ് ഈ മുടി കിട്ടിപ്പോകുന്നത്. ഈ പ്രകടമായ വൈരുദ്ധ്യം അള്ളാഹ് ഉണ്ടാക്കിയല്ലേ. ഒരു നിലക്കും നമ്മളങ്ങനെ പോകാൻ പേരോട് തയ്യാറാകുകയാണെങ്കിൽ ആ മുടി അവിടെ നിന്നിട്ട് മാറ്റിയാലും ഒരു മുടി തന്നെ ഉള്ളൂ. അങ്ങനെ ചരിത്രത്തിലുള്ള ഇത്രയും കാലം ആയിരങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട അവർ തന്നെ ഇറക്കിയ CD-യിലുള്ള ആ യാഥാർത്ഥ്യം അവിടെ നിഷേധിച്ച് ഒളിപ്പിച്ചു വെച്ച് സങ്കല്പിക്കുക. അതിനൊക്കെ വ്യക്തമായ സംവിധാനം പഠിച്ച റബ്ബ് കാണിച്ചു. അത് ബേജാറുണ്ട്. നമ്മൾ ഉറച്ചവിടെ നിലപാട് സ്വീകരിക്കുക. അങ്ങനെ അറബ് സഹോദരൻ കള്ളം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ അദ്ദേഹത്തെ പോലും വഴിതെറ്റിച്ചതിൽ മുഖ്യമായ പങ്ക് കാന്തപുരം വഹിച്ചിരിക്കും എന്ന് മനസ്സിലാക്കാവുന്ന തെളിവുകളുണ്ട്. പക്ഷെ നമുക്ക് പുറത്ത് പറയാൻ പറ്റിയ തെളിവുകൾ കിട്ടാത്തതുകൊണ്ട് മാത്രമേ പറയാത്തത്. കാരണം അറബിന്റെ പ്രസംഗവും അയാളെ വിശദീകരണം ഒക്കെ ഞാൻ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതനുസരിച്ച് മുടി കൊടുക്കുന്നു എന്നോട് പറഞ്ഞു. എന്നോട് നിർദ്ദേശിച്ചതനുസരിച്ച് ഒരു സ്ഥലത്തും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവൻ ഞാൻ മനസ്സിലാക്കുന്ന വേറെ ചില തെളിവുകളുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് ഞാൻ തെളിവ് സ്ഥിരീകരിക്കാൻ ഞാൻ ഇതിനെ സാക്ഷ്യപ്പെടുത്താൻ തയ്യാറല്ല. വേറെ കിട്ടിയ വിവരം അനുസരിച്ച് കാന്തപുരം ഈ അറബിയോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എനിക്കൊരു മുടി തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണിച്ചിട്ട് തന്നെയാണ്. ഇവര് സ്വപ്നത്തിൽ സ്പെഷ്യലിസ്റ്റാണോ? പാവം അദ്ദേഹം സത്യത വിചാരിച്ച് വളരെ ആവേശപൂർവ്വം കൈമാറിയതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അയാള് ആ സത്യസന്ധത കീപ്പ് ചെയ്യുന്ന വിചാരിക്കുന്നത്. പിന്നെ ഈ ആയിരക്കണക്കിന് മുടികൾ ആ നബി തങ്ങളുടേതാകുമോ, അതിന് ഇത്ര നീളം വരുമെന്നുള്ള അങ്ങനത്തെ ഒരു മതപരമായി ആധികാരികമായി പഠനം നടത്തിയ സുഹൃത്തൊന്നുമല്ല അദ്ദേഹം. പുരാവസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു മാന്യ സുഹൃത്ത്. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയോ കിട്ടി, അദ്ദേഹം ജ്യേഷ്ഠന്മാരായ ആരോ പറ്റിച്ച് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം സങ്കല്പിച്ച് കൊണ്ടെടുക്കുകയാണ്. അപ്പൊ അന്നേരക്ക് അദ്ദേഹം ഇത് കണ്ണും ചെമ്മി നിഷേധിക്കും തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കും ഓരോ പേരോട് തയ്യാറാകത്തേ. അല്ലെങ്കിൽ പേരോട് ഇത്ര വിശാലമായ മണിക്കൂറുകൾ ആൾ എന്നെ കാത്ത് അവിടെ ഒരു മണിക്കൂർ അപ്പുറത്തുനിന്നു. അപ്പൊ ഒരാൾ പറഞ്ഞത് വേറെ ചില ആൾക്കാർ 4 ദിവസം അവിടെ എന്നെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനത്തെ പേരോട് ഒരു 2 മിനിറ്റും സംസാരിക്കാൻ ഇതിൽ വന്നാൽ നമുക്ക് സംസാരിക്കാൻ. നമ്മൾ അടുത്തറിയുന്ന സുഹൃത്തുക്കളല്ലേ നാട്ടില്. മസ്ലഹത്ത് ചർച്ചയ്ക്ക് വേണ്ടി ഞാനും പേരോട് അടുത്തടുത്ത് ഭക്ഷണം കഴിച്ച ആൾക്കാരാണ്. എത്ര തമാശ പറഞ്ഞാണ് ആ പേരോട് ആ സാമാന്യമായ സുഹൃത്ത് ബന്ധം വെച്ചിട്ട് ജസ്റ്റ് ഇതിലൊന്ന് വന്നിട്ട് 2 മിനിറ്റ് സംസാരിച്ചിട്ട് നമുക്ക് ആ നേരിൽ പോകുന്ന കാര്യം സംസാരിക്കാറുണ്ട്. അദ്ദേഹം തയ്യാറാകുന്നില്ലല്ലോ. അപ്പൊ സംഭവം ഒഴിഞ്ഞു മാറുകയാണ്. തീർച്ച ഹക്ക് വിജയിക്കും, ഒരാശങ്കയും വേണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നല്ലാഹു മഅനാ, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. അടുത്ത ആൾക്ക് സംശയം ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഞാൻ ഒരു ചെറിയൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അത് അമീത് വൈസിക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരപ്പെടില്ല. അതായത് ആ സുന്നി വോയിസിൽ പറഞ്ഞു എന്ന് പറയുന്ന ആ സനത് പറയുന്നിടത്ത് പിതാമഹൻ എന്നും പിതാമഹി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു കടുത്ത വഞ്ചനയാണല്ലോ. അങ്ങനെ ഒരു വായിച്ച പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അതായത് പിന്നെ ആ ഓസുലാമിനെ പറ്റി പറയണത്തും മുസ്ലിമിനെ പറ്റി പറയണത്തും ഇയാളുടെ പിതാവാണ് എന്ന് ഉള്ള രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന ഒരു സംശയം വന്നിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ഒന്ന് വ്യക്തമാക്കി തരത്തില്ല. പിന്നെ ഇനി നമ്മുടെ ആളുകൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളവർ ചിന്തിക്കുക. ചോദ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. പിന്നെ ഇവിടെ ആരോ വന്നിട്ട് പറഞ്ഞത് ഇവിടെ വന്ന് കാത്തിരുന്നു എന്താ അമീത് വരാന്ന്. ഇങ്ങനെ അവരുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് പറഞ്ഞ ആള് ഇങ്ങനെ ഒരു സാമാന്യ മര്യാദ ഉണ്ടോ? നിങ്ങൾ സാധാരണ ഈ മുജാഹിദീങ്ങളായിട്ടും മറ്റൊക്കെ നടത്തുന്ന വാദപ്രതിവാദങ്ങളിലും വെല്ലുവിളി സ്വീകരിക്കുന്നിടത്തൊക്കെ അവരെ അങ്ങനെ ഏറ്റെടുത്താൽ അത് തയ്യാറാക്കിയിട്ടൊക്കെ അല്ലേ അതിനുണ്ടാവാറ്. അതിന്റെ ഒരു വ്യവസ്ഥ തയ്യാറാക്കിയിട്ടും അതിന് ഒന്ന് കൂടിയിരുന്നിട്ടൊക്കെ അല്ലേ വരാറ്. ഇത് ആളറിയിക്കാതെ വന്നിരുന്നിട്ട് കൂടെ കാത്തിരുന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടി എവിടെയുള്ളത്? ഇനിയിപ്പോ അതും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ആളുകൾ ഇവിടെ റെഡിയാണ്. അത് ആ നിലക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ അത് അമീത് വൈസി അംഗീകരിക്കാനും തയ്യാറാണെന്ന് ഇവിടെ പറഞ്ഞു സ്ഥിതിക്ക് ഇനി അതും പറയാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ വേറെ നമ്മുടെ പ്രവർത്തകർക്കുള്ള ഈ സംശയം ഉണ്ടല്ലോ, ഇത് പിന്നെ ബാക്കിയുള്ളതൊക്കെ മറച്ചു വെച്ചിട്ട് പിന്നെ ഒന്ന് മാത്രം കാണിച്ചാലോ എന്ന സംശയം.
ആ സംശയം പേടിക്കേണ്ടതില്ല. ആദ്യമായി കൂടിയിരുന്നിട്ടാണ് ആ വിഷയം ചർച്ച ചെയ്തിട്ടാണ് പോവുക. അതിന് ആദ്യം ആ വാദത്തിൽ അയാൾ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ആദ്യം അബ്ദുൽ ഹക്കീം എഴുതിയതിന് മറുപടി എഴുതി മേടിച്ചതിന് ശേഷം നമുക്കാണ് നീങ്ങേണ്ടത് തന്നെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ആ വക കാര്യത്തിലൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. മാത്രമല്ല അത് പേരോടെന്ന് പറയും, അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തിട്ട് വെല്ലുവിളി സ്വീകരിച്ചത്. അതുകൊണ്ട് ആ വക കാര്യത്തിലൊന്നും യാതൊരു ബേജാറും ഉണ്ടാവേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും. മൈക്രോട്ടല്ലേ? ഓക്കെ സലാമാക്കവേ. നമ്മള് പിന്നെ ഈ വിഷയത്തില് എന്റെ കയ്യിൽ ഇപ്പൊ സുന്നി വോയിസ് ഉണ്ട്. 2011 ഫെബ്രുവരി ലക്കം, അതിന്റെ പേജ് നമ്പർ 47 നിന്നാണ് തുടങ്ങുന്നത്. 47 കാന്തപുരത്തിന് അഹമ്മദ് ഹസർജി ഈ മുടി കൈമാറുന്ന ചിത്രമാണുള്ളത്. ഹെഡിന് തിരുകേശത്തിന്റെ നിർവൃതിയിൽ വീണ്ടും കേരളം എന്നാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇദ്ദേഹത്തുള്ള അഭിമുഖമാണ്. പിന്നെ അഷേഖ് മുഹമ്മദ് അൽ ഹസർജി സ്റ്റാഫ് പ്രതിനിധി നടത്തുന്ന അഭിമുഖമായിട്ട് അതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, താങ്കൾ നിരവധി തിരുശേഷിപ്പുകളുടെ സേവകനാണല്ലോ, അവ ഏതൊക്കെയാണ് എന്ന ചോദ്യത്തിനാണ് ചുരുക്കി മറുപടി പറയുന്നത്. രണ്ടാം ചോദ്യം തന്നെ ഇതാണ്, തിരുകേശം നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയാണ്? മറുപടി, ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി നീക്കിയപ്പോൾ അബൂ തൽഹത്ത് എന്ന അൻസാരിയായ സഹാബി അത് വിതരണം ചെയ്യുകയും അതിൽ നിന്ന് അല്പം പലരുടെ കയ്യിലെന്ന പോലെ അൻസാരി വനിതയായ ഉമ്മു സുലൈമിന്റെ പക്കലും എത്തുകയും ചെയ്തു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന ഞങ്ങളുടെ പിതാമഹിയിൽ നിന്നും പരമ്പരാഗതമായി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയിലേക്കും അവിടുത്തെ പരമ്പരയിൽ തുടർന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്കും എത്തുക വഴി ലഭിച്ചതാണ് എന്റെ കയ്യിൽ. ഞങ്ങളത് ലഭിച്ചത് മുതൽ റമലാൻ 23-ാം രാവിൽ പ്രദർശനത്തിന് വെക്കാറുണ്ട്. പ്രദർശന ദിവസം ബർസഞ്ചി മൗലിദ് ചൊല്ലി മുടി കഴുകിയ ശേഷം വെള്ളം വിതരണം ചെയ്യുകയും സ്ഥിരമായി ആവശ്യക്കാർക്ക് കൊടുക്കാനായി വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യും. ഇതാണ് ആ ചോദ്യവും അതിന്റെ ഉത്തരവും. ഇങ്ങനെയുള്ളത് ഞങ്ങളുടെ പിതാമഹി ഉമ്മു സലീം റളിയല്ലാഹു അൻഹ എന്ന ഞങ്ങളുടെ ആ പിതാമഹി എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് പരമ്പരാഗതമായി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിലേക്ക് എത്തി. അതെങ്ങനെ അബ്ദുൽ ഖാദിർ ജീലാനിക്ക് പരമ്പരാഗത എത്തി, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. സംഭവം അങ്ങനെയാണ് ഇവിടെ ഉത്തരം കൊടുത്തിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. മൈക്ക് ചാടിയില് ക്ഷമിക്കണം. ഞാൻ ഒരു കാര്യം, ഞാൻ ഇപ്പോ പുറത്തെ റൂമിൽ പോയി മറ്റേ പേരോട് ഒരു പറഞ്ഞ ഇത് കേട്ടിരുന്നു. അതിൽ പറഞ്ഞതെന്ന് വെച്ചാല്, എനിക്ക് ഖസ്റജിയെ വളരെ വിശ്വാസമാണ്. അദ്ദേഹം സനത് തന്നില്ലെങ്കിലും അദ്ദേഹം സ്വപ്നം കണ്ടിട്ടൊക്കെ തന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഖസ്റജിനെ എനിക്ക് നല്ലോണം വിശ്വാസമാണ്. സനത് ഇല്ലെങ്കിലും റസൂലിന്റെ പേരിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് വിശ്വസിക്കണം എന്നാണ് പേരോട് പറയുന്നത്. അതുപോലെ 1 മണിക്കൂറോളം ഞാൻ എന്നിട്ട് ആരും വിളിച്ചില്ല. എന്റെ മൊബൈലിൽ നിന്നും ഞാൻ ഒരു നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഉസ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എടുക്കുകയും, അപ്പോൾ അവർ തന്നൊരു നമ്പറാ അവരുടെ ക്ലാസ് റൂമിൽ നിന്ന്. അപ്പൊ അതിൽ വിളിച്ചപ്പം പറഞ്ഞു, ഉസ്മാൻ എന്നുള്ള വ്യക്തി എടുത്തിട്ട് പറഞ്ഞു, പിന്നെ ഉസ്താദ് മീറ്റിംഗിലാണ്, പിന്നെ കുറച്ച് തിരക്കിലാണ്. ഞാൻ പറഞ്ഞു, ഉസ്താദിനെ കിട്ടിയ വലിയ ഉപകാരമാണ്. കാരണം ഇങ്ങനെ ഒരു നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ഉസ്താദിനെ ക്ഷണിക്കുന്നുണ്ട്, സംസാരിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരം, സംശയം തീർത്തു കഴിഞ്ഞാൽ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ വിളിക്കാം, പക്ഷെ ഉസ്താദ് ഇപ്പൊ മീറ്റിംഗിലാണ്. പിന്നെ ഞാൻ ഉസ്താദ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ നിങ്ങൾ വിളിച്ച മെസ്സേജ് ഞാൻ ഉസ്താദിന് പാസ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു വേറൊരു സുഹൃത്ത് വേറൊരു നമ്പർ തന്നു. അതിലേക്ക് 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു. പക്ഷെ ഫോൺ 3-4 ബില്ലടിക്കും, ഉടനെ കട്ട് ചെയ്യും, അല്ലാതെ ഫോൺ ആൻസർ ചെയ്യുന്നില്ല. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ പേരോട് അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ അവിടെ പോയി പിന്നെ ഖസ്റജിയുടെ മജ്‌ലിസിൽ ഇരുന്ന് അവിടുത്തെ പിന്നെ പണിക്കാരെല്ലാം കൂട്ടിയിട്ട് ഫോട്ടോ എടുത്ത്. കാരണം നാളെ നിങ്ങൾ വിശ്വസിക്കൂല, നിങ്ങൾ ഫോട്ടോ എടുത്ത് ശരിയല്ല എന്ന് പറയുമെന്ന് പറഞ്ഞോട്. ഞാൻ ചോദിക്കട്ടെ, ഇതേ സമസ്തന്റെ ആൾക്കാർ തന്നെയാണ് പിന്നെ അവിടെ ഖസ്റജിന്റെ അടുക്കൽ 1000കണക്കിന് കെട്ടിന്റെ മുടിന്റെ ഫോട്ടോ ഇവിടെ പബ്ലിഷ് ചെയ്ത്. അപ്പൊ ഇവരെന്താ പറഞ്ഞത്? അത് കള്ളമാണ്, അത് അങ്ങനെയൊന്നും ഖസ്റജിന്റെ അടുത്തില്ല, അത് വിശ്വസിക്കാൻ പറ്റില്ല, ആരെങ്കിലും എടുത്ത ഫോട്ടോ ആയിരിക്കും. ഞങ്ങൾ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളിപ്പോ ഫോട്ടോ മറ്റൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ആളായി വരുന്നുണ്ടല്ലോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നൊന്ന് അവർ പറഞ്ഞു വെച്ചാല്, പിന്നെ അവര് ക്ലാസ് റൂമിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തത് പിന്നെ ഖസ്റജിയുടെ വീട്ടിൽ നിന്നും ലൈവായി പേരോട് ഉസ്താദ് സംസാരിക്കുന്നു. പക്ഷെ ഇത് ഖസ്റജിയുടെ വീട്ടിൽ നിന്നല്ല സംസാരിച്ചത്, പിറകിൽ നിന്ന് കുട്ടികൾ മലയാളത്തിൽ സംസാരിക്കുന്നതും ആൾക്കാരൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിക്കുന്നതൊക്കെ അതിൽ കേൾക്കുന്നത് വ്യക്തമായി കേൾക്കുന്നുണ്ട്. പിന്നെ ഈ വെല്ലുവിളിനെ കുറിച്ച് ആകെ പറഞ്ഞത്, പിന്നെ ഞാൻ അബീദും ഫൈസിനെ വിളിച്ചിരുന്നു, പക്ഷെ അവർക്ക് ഇതൊന്നുമല്ല മനസ്സിലാക്കേണ്ടത്, അവർക്ക് മനസ്സിലാക്കേണ്ട വിവാദാക്കാനാണ്, അല്ലാതെ ദീനിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അങ്ങനെയുള്ള ബാലിശമായ 2-3 കാര്യങ്ങൾ മാത്രം അദ്ദേഹം പറഞ്ഞ് ഇത് പിന്നെ എന്താ പറയാ, ഇത് അങ്ങോട്ട് അവസാനിപ്പിക്കാൻ മാത്രം ചെയ്തത്. ഇതിലൊന്നും ആരും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, യാതൊരു സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ സഹായിച്ചാല് ഇതിന്റെ സത്യാവസ്ഥ
അമീദ് ഫൈസി പോലുള്ള എല്ലാ ആൾക്കാരും ഇത് പുറത്തു കൊണ്ടുവരണം. അതുപോലെ പിന്നെ ഈ വരുന്ന 30-നും അറിയില്ല, ആരോ നേരത്തെ ഇവിടെ ചെയ്തു വന്ന സുന്നി സമ്മേളനം ഉണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്ന് ഹമീദ് ഫൈസി വിവരിച്ച വലിയ ഉപകാരം. പിന്നെ എന്റെ കയ്യിൽ റെക്കോർഡുണ്ട്, ഈ പേരോട് സംസാരിച്ചതിന്റെ റെക്കോർഡുണ്ട്. അതിലദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, എനിക്ക് ഹസജ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കും, അത് റസൂലുള്ളാഹിന്റെ മുടി തന്നെയാണെന്ന്. അത്ര മാത്രമേ പറയുന്നുള്ളൂ. അത് അതിനെക്കുറിച്ച് എന്റെ കയ്യിൽ സനത് ഇന്നും എനിക്ക് തന്നോന്നോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചെന്നോ അല്ലാതെ വേറൊരു കാര്യം ഒന്നും പറയുന്നില്ല. സത്യാവസ്ഥ എനിക്ക് തോന്നുന്നു മൂപ്പർ അടുത്ത് പോയി മൂപ്പർ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ഖസ്റജി ഇതിനെക്കുറിച്ച് പേരോടുമായിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെട്ടില്ല. കാരണം ഇതൊരു വലിയൊരു വിവാദമായി മാറിയിട്ടില്ല ഇപ്പൊ കേരളത്തിൽ. അപ്പം അദ്ദേഹം പരമാവധി അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. കാരണം പേരോടിന്റെ ആ ഒരു ഉഷാറും നിന്ന് കാണുന്നില്ല. ഇല്ലെങ്കിൽ സാധാരണ ഒരു കളവ് പറയല്ലേ സഹോദര, പേരോടിന്റെ പ്രസംഗം നേരിട്ട് കളവ് പറയല്ലേ സഹോദര, പേരോടിന്റെ പ്രസംഗം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 4 ആളുകളെ മുന്നിൽ കിട്ടുമ്പോൾ വെല്ലുവിളിക്കുമ്പോൾ ഓർക്കേണ്ടതായിരുന്നു ഈ വിഷയങ്ങളെല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാമല്ലോ അല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കാമല്ലോ അല്ലേ? ആ മൈക്ക് ഡോട്ട് മൊത്തമായിട്ട് ഇടണം. തീർച്ചയായിട്ടും ഇപ്പോ വന്നത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്പലക്കടവ് ഫൈസി ഉസ്താദിനെയൊക്കെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന, പണ്ഡിതന്മാരെ ഏതെല്ലാം നിലക്ക് ശല്യം ചെയ്യാൻ സാധിക്കുമോ ആ നിലക്ക് ശല്യം ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ വന്നത്. നിങ്ങൾക്ക് എല്ലാവരും അത് കണ്ടു, ആ സ്വഭാവം തന്നെ കണ്ടു. എന്താണ് ഇപ്പൊ സ്വഭാവം? മൈക്ക് ചാടുക എന്ന ഏറ്റവും വലിയൊരു സ്വഭാവം, ഒരു വളരെ നീചമായ സ്വഭാവമാണ് ഇപ്പൊ ചെയ്യുന്നത്. നല്ലോണം സംസാരിച്ചിരിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ മൈക്കിലേക്ക് ചാടി വന്ന് കയറുന്ന ഒരു സ്വഭാവം. ഇവരെയാണ് നിങ്ങൾ പിന്താങ്ങുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് സുഹൃത്തുക്കൾ. അത് തന്നെയെങ്കിലും പഠിച്ചു വെക്കുക. കാരണം ഇദ്ദേഹമാണ്, ഫൈസി ഉസ്താദിന് അറിയാൻ ഉണ്ടാവും, ഈ കൊണ്ട് പരിചയമായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവുന്നത് ഇവരെ പോലെയുള്ള ആളുകളെ കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ ഒരു ഷറഫു, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോ പിന്നെ ഇയാളാണ് കണ്ടോ, ഇപ്പോ ഈ 390 ആളുകളും കണ്ടു അദ്ദേഹത്തിന്റെ ആ സ്വഭാവം. ഇതിനെയൊന്നും പിൻപറ്റാതെ ഇതുപോലെ നല്ല ഉസ്താദുമാരുടെ പിന്നിൽ അണിനിരന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആഖിറവും ദുനിയാവും കിട്ടുമെന്നാണ് എനിക്ക് ഈ എളിയ വേളയിൽ പറയാനുള്ളത്. നേരത്തെ നമ്മുടെ അബുനാഫി പറഞ്ഞതെല്ലാം സത്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ഞാനും ഇടപെട്ട കേസ് തന്നെയാണ്. എല്ലാം സത്യമാണ്. ആദ്യം പറഞ്ഞു മീറ്റിംഗിലാണെന്ന്, പിന്നെ ഒരാൾ പറയുന്നു ഖസ്റജിയുടെ വീട്ടിലാണ്, പിന്നെ അവിടുന്ന് സൗണ്ട് കേൾക്കുന്ന മുഴുവൻ മലയാളി കുട്ടികളുടെ സൗണ്ട്. അപ്പോ അതെല്ലാം ഉള്ള കാര്യമാണ്. അപ്പോ അതിലൊന്നും കളവില്ല. അപ്പോ അത്ര ഞങ്ങളും പറയുന്ന ഇതാണ് ഞങ്ങളുടെ റെക്കോർഡും കാര്യങ്ങളും ലൈവാണ് സഹോദര. ജിഷാൻമായി ഉണ്ടെങ്കിൽ ബോൺസ് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ്. അസ്സലാമു അലൈക്കും. അടുത്ത CH നാസർ എടുക്കണം. നിങ്ങൾക്കാണ് മൈക്ക്, നിങ്ങൾ എടുക്കണം. നിങ്ങൾക്ക് ഡോട്ടൊന്നുമില്ല, നിങ്ങൾ മൈക്ക് എടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 1 മണിക്കൂറോളം നിങ്ങൾ അമ്പലക്കടവിനെ കാത്തിരുന്നു. ഇവിടെ പോയി നിങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പേരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ 1 മണിക്കൂറും ബൈലക്സിൽ ഉണ്ടായിരുന്ന സഹോദര, ആ 1 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. പേരോട് ഉസ്താദ് ഉണ്ടായിരുന്നു ഇവിടെ. ഇത് കേൾക്കാനും പഠിക്കാനും വേണ്ടി പേരോട് ഉസ്താദ് ഉണ്ടായിരുന്നു ഇവിടെ. ആ സമയത്ത് ഉസ്താദ് ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇവിടുന്ന് മുങ്ങിയത്. ഇപ്പോഴും ഉണ്ട്, ഞങ്ങൾക്കറിയാം. സനദിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചോ, ഉസ്താദിനോട് പഠിച്ചോളാൻ പറയും നല്ലോണം. ഇപ്പോഴും ഈ റൂമിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇവിടെ 3 മണിക്കൂറായി നിങ്ങൾ പറഞ്ഞ ആ സമയത്ത് നേരത്തെ അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞത്. അതായത് നിങ്ങൾ ഒരാളോടും പറയാതെ, തങ്ങളോട് പറഞ്ഞെന്ന് അറിയില്ല, തങ്ങളോട് വിളിച്ചു ചോദിച്ചപ്പോ തങ്ങൾ അറിയില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞെന്നു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിയില്ല. ഇപ്പൊ ഒന്ന് വിളിക്കാതെ കൊണ്ടുപോയി